തമിഴ് സൂപ്പർ താരം വിജയ് നായകനായി പുറത്തിറങ്ങിയ മെർസൽ എന്ന ചിത്രം ആരും മറക്കാനിടയില്ല. ആ ചിത്രത്തിലെ ഒരു സംഭാഷണത്തെ സാമൂഹിക വിമർശനം എന്നതിലപ്പുറം രാഷ്ട്രീയ വിമർശനം എന്ന രീതിയിൽ അത് എത്തിയപ്പോൾ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. GSTക്ക് എതിരായി മെർസലിലെ നായക കഥാപാത്രം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചപ്പോൾ വിജയ് എന്ന നടനെ വംശീയമായി പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. വിജയ് എന്ന നടന് കേൾക്കേണ്ടി വന്ന പഴികളും വിമർശനങ്ങളും മറക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു പൊതുവേദിയിൽ പരസ്യമായി രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് നടൻ വിജയ്. അത് വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. 10+2 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി അനുമോദിക്കുന്നതിനായി വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു വിജയിയുടെ വിമർശനം. പണം വാങ്ങി വോട്ട് ചെയ്യുന്നവർ സ്വന്തം വിരൽ കൊണ്ട് സ്വന്തം കണ്ണിൽ കുത്തുകയാണ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ രൂക്ഷമായ വിമർശനം. നാളത്തെ വോട്ടർമാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടന്റെ ഈ വിമർശനം. അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതും ഭാവി വോട്ടർമാരായ നിങ്ങൾ തന്നെ. പണം കൈപ്പറ്റിയാണ് ഇന്ന് ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഒരു വോട്ടിന് 1000 രൂപ എന്ന് കണക്കാക്കിയാൽ ഒരു മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ ഏകദേശം 15 കോടി രൂപ വരെ നൽകേണ്ടി വരും. വോട്ടിന് വേണ്ടി 15 കോടി വരെ ചെലവഴിക്കാൻ തയ്യാറാകണമെങ്കിൽ ആ വ്യക്തി നേരത്തെ എത്രമാത്രം സമ്പാദിച്ചു കാണുമെന്ന് ആലോചിക്കൂ എന്നാണ് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞത്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, ഇവ തിരിച്ചറിയാൻ പാഠപുസ്തകങ്ങൾക്കപ്പുറം വായന ആവശ്യമാണ്. നിങ്ങൾക്ക് കഴിയുന്നത്ര വായിക്കുക, എല്ലാവരെയും അറിയുക, അംബേദ്കർ, പെരിയാർ, കാമരാജ് എന്നിവരെ കുറിച്ച് പഠിക്കുക. ഇവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക. പരീക്ഷകളിൽ പരാജയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കുകയും അവർക്ക് പിന്തുണയും ധൈര്യവും നൽകുകയും ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മാത്രം കേൾക്കൂ എന്നാണ് വിജയ് കുട്ടികളോട് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയമായി ചിന്തിക്കാൻ വേണ്ട ഉപദേശമായി നമുക്കിതിനെ കാണാം. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്.